എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോപ്പിൻ്റെ ഒഴിഞ്ഞിട്ടുള്ള കവറില്ലേ, അത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഇതുപോലത്തെ കവർ വെച്ചിട്ട് ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങളാരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുന്ന ഒരു സമയമല്ലേ, അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് ഒരുപാട് റിക്വസ്റ്റും എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയയിലേക്ക് കിടക്കാം. ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു ബോട്ടിൽ വേണം. നമുക്ക് സോസിൻ്റെ ബോട്ടിലൊക്കെ ആയാലും എടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് വൈറ്റ് കളറ് പെയിൻ്റാണ്. അതിപ്പോൾ ഞാൻ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. 20 രൂപയോ 25 രൂപയൊക്കെയാണ് വില. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഈ ബോട്ടിലിൽ നമുക്ക് പെയിൻറ്റ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യണം, എന്നാലേ കറക്റ്റായിട്ടൊരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ ചില കുപ്പിയിലൊക്കെ ചിലപ്പോൾ 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും, എന്നാലേ കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഫിനിഷിങ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി കോട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ശരിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ബോട്ടിൽ ഇങ്ങനെ 2 കോട്ട് അടിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറൊന്ന് തുറന്നിട്ട് ഇതിലുള്ള ആ ഒരു ഫ്ലവേഴ്സിൻ്റെ പിക്ചർ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നൈസാണ് ഈ ഒരു കവറ്. എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് നാളായിട്ട് കൂട്ടി വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഒക്കെ കളർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ചെയ്യാണ്. ഇപ്പോൾ ചില സോപ്പിലൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടം ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാ പടങ്ങളും വെച്ചിട്ടൊരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിലുള്ള റോസിൻ്റെ പടങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഗ്രീൻ കളറിലുള്ള കവറിൽ നിന്ന് നമുക്ക് ലീഫും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രീൻ കളറുള്ള സോപ്പിൻ്റെ കവറിൽ നിന്നാണ് ഞാൻ ഇലകൾ കട്ട് ചെയ്തത്. അതിൽ 2 പടങ്ങൾ ഉണ്ടായിരുന്നു ഇലയുടെ. പിന്നെ ഞാൻ ഒരെണ്ണം ഏകദേശം ഷേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ പച്ച കളറാകുമ്പോൾ അത് പെട്ടെന്ന് ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ അറിയൊന്നുമില്ല അതിൽ ലീഫിൻ്റെ പടമാണെന്ന് തോന്നുള്ളൂ. അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം കേട്ടോ, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുത്തിട്ട് നിർത്താം. ഇപ്പോൾ വൈറ്റും പിങ്കും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് പിങ്ക് കളറും കൂടെ കൊടുത്തിട്ടൊരു റോസ് കളറിൽ ഇത് ചെയ്തെടുക്കുകയാണ്. പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റും പിങ്കും നന്നായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ സ്പോഞ്ച് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൂവിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിലോട്ട് പെയിൻറ്റ് ആവുകയാണെങ്കിൽ ഒരു നനഞ്ഞിട്ടുള്ള ഇയർബഡ്സ് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലായിട്ടുള്ള പെയിൻറ്റൊക്കെ പോവും. സൈഡിൽ ടച്ച് ചെയ്താലേ കറക്റ്റായിട്ടൊരു ഫിനിഷിങ് തോന്നുള്ളൂ, അതുകൊണ്ടാണ്.
ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കുറച്ചൊരു വള്ളി ചുറ്റി കൊടുക്കാം. അപ്പോൾ പിങ്കോ വൈറ്റോ ഏതെങ്കിലും കളറിലുള്ള ഒരു വള്ളി എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കുറച്ച് മുത്ത് പോലത്തെ ലേസ് ഉണ്ടായിരുന്നു, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള സോപ്പിൻ്റെ കവറൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അതുപോലെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീട്ടിൽ തന്നെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഒട്ടും തന്നെ പുറത്തിറങ്ങണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കൂടാം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്